എല്ലാവർക്കും PS വേൾഡ് ഫോർ യുവിലേക്ക് സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു യാത്ര പോവുകയാണ്. ഒരുപാട് അകലെയൊന്നുമല്ല, വീടിനടുത്ത് കുറച്ചകലെയുള്ള മലയപ്പൊതി. പാലക്കാട്ടുകാരുടെ വികാരമാണ് മലയപ്പൊതി എന്ന് പറയുമ്പോൾ തന്നെ. അപ്പോൾ അവിടേക്കാണ് യാത്ര. അപ്പോൾ പോകുന്ന വഴിക്ക് മനോഹരമായ പാതകളാണ്, അതായത് രണ്ട് സൈഡും ഫുൾ പാടങ്ങളും തെങ്ങും പനിയും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. ഒരു നാടൻ അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അടിപൊളിയാണ്. ഇതാണ് മലയപ്പൊതിൻ്റെ എൻട്രിൻ്റെ അടയാളം. ഈ മരം കഴിഞ്ഞൊരു പാലവും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ട് വഴിയുണ്ട്. നമുക്കതിൽ ഏത് വഴിയെങ്കിലും ചൂസ് ചെയ്യാം. ഇതിലെയാണ് മലയപ്പൊതിക്കുള്ള വഴി. ഞങ്ങൾ കുന്നിൻ്റെ താഴെ എത്താൻ വേണ്ടിയിട്ട് കനാലിൻ്റെ ഇപ്പുറം എത്താൻ വേണ്ടിയിട്ടാണ് സ്ട്രെയിറ്റ് വഴി കൂടെ വന്നത്. കനാലിൻ്റെ കഴിഞ്ഞിട്ടുള്ള സ്ഥലം എത്തണമെങ്കിൽ നമ്മൾ ആ പാലം കണ്ടില്ലേ, അവിടെ നിന്ന് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് പോയാൽ മതി കേട്ടോ. ഞങ്ങളിപ്പോൾ മലയപ്പൊതി എത്തി. ഇപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കുണ്ട്. അതും മണ്ഡലമാസം കഴിഞ്ഞ് ഫസ്റ്റ് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഒരു ഭാഗത്തെ തിരക്കാണ് ഇത്രയും. ഇതുപോലെ മലൻ്റെ ചുറ്റുഭാഗത്തും ഇതുപോലെ ആളുകൾ കനാലിൽ ഇപ്പുറവും അപ്പുറവും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു വേലയ്ക്കുള്ള അല്ലെങ്കിൽ ഒരു പൂരത്തിനുള്ള അത്രയും ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ആടും കോഴിയൊക്കെ ആയിട്ട് നേർച്ചയായിട്ട് ദേവിക്ക് അർപ്പിക്കാൻ വേണ്ടി വന്നവരാണ്. എല്ലാവരും സന്തോഷത്തോടെ വരും, കുക്കിങ്ങൊക്കെ ചെയ്യും, എന്നിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. അത്രയേ ഉള്ളൂ. നമ്മുടെ ബിന്ദു ചേച്ചി, മനോജേട്ടൻ അവർ പുതിയ വീട് കെട്ടി. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിന് ദേവിക്ക് ആട് വെട്ടി പൂജ കഴിക്കാൻ നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മളെയും ക്ഷണിച്ചു. അങ്ങനെയാണ് നമ്മളവിടെ എത്തിയത്. അപ്പോൾ എല്ലാവരും കുക്ക് ചെയ്യുന്ന തിരക്കിലാണ്. ഒരു രാവിലെ 6 മണിക്ക് എത്തിയിട്ട് ആടും കോഴിയൊക്കെ മുകളിൽ പോയി പൂജ കഴിച്ചിട്ട് എന്നിട്ട് കുക്കിംഗ് ചെയ്യുന്ന തിരക്കാണ് കേട്ടോ ഇപ്പോൾ. ചോറൊക്കെ റെഡി ആയിട്ടോ. അപ്പം ഇനി കറിക്കുള്ളതാണ് ഇപ്പം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനും അവരോട് കൂടി ഞങ്ങളവിടെ എത്തിയ ശേഷം ഒരു വഴിക്കാരെ ആടുകൊണ്ട് മുകളിലേക്ക് പോകണ്ടായിരുന്നു കേട്ടോ, നേർച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ കഴിച്ചിട്ടാണ്. ഇതുപോലെ ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ പേര് ഭക്ഷണം വെച്ച് പൂജ കഴിഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഞങ്ങളുടെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞു. ഞങ്ങളിനി മുകളിലേക്ക് ചോറും കറിയൊക്കെ ആയിട്ട് വെച്ച് മാറ്റാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. മലൻ്റെ മുകളിലേക്ക് പോകുമ്പോഴും രണ്ട് സൈഡും ഇതുപോലെ പലരും കുക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നേർച്ച കോഴിയും ആടും. ആടിനെ പിടിച്ച് നിൽക്കുന്നതാണ് മനോജേട്ടൻ കേട്ടോ. വഴി ഭയങ്കര ബുദ്ധിമുട്ടാണ് കയറാനൊക്കെ. ഉരുണ്ടുരുണ്ട കല്ലൊക്കെ ആയിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം കയറാൻ. പിന്നെ എല്ലാവരും ആയിട്ട് ഇങ്ങനെ ഒരുമിച്ച് കയറുമ്പോൾ നല്ല രസമാണ്. പലരും കോമഡിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ യാത്ര ചെയ്യാൻ നല്ല സുഖമാണ്. തിരിച്ചിറങ്ങുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. കയറുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഇറങ്ങാൻ. അപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് പോവുക. കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ നന്നായി ശ്രദ്ധിക്കുക. അങ്ങനെ പരസ്പരം തമാശകളും കളിയാക്കലുകളും ഒക്കെ ആയി ഞങ്ങളങ്ങനെ മുകളിലെത്തിയിട്ടുണ്ട് കേട്ടോ ഭക്ഷണമായിട്ട്. ഇനി ദേവിൻ്റെ അടുത്ത് പോവുക, ഭക്ഷണങ്ങളൊക്കെ വിളമ്പി നന്നായി പ്രാർത്ഥിച്ച് പൂജയൊക്കെ കഴിച്ചിട്ട് തിരിച്ചിറങ്ങി വരാം.
നമുക്കപ്പോൾ ഇനി മുകളിലെ കാഴ്ചകളെല്ലാം കാണാം. നേരത്തെയൊക്കെ പൂജ കഴിക്കുമ്പോൾ നമ്മൾ ഒരു വഴിക്കാർ കഴിഞ്ഞിട്ട് അടുത്ത ആൾ പൂജ കഴിക്കുള്ളൂ. ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ 2, 3, 4 വഴിക്കാരൊക്കെ ഒരുമിച്ച് ദൈവത്തിൻ്റെ ചുറ്റും വെച്ചിട്ടൊക്കെയാണ് ഭക്ഷണമൊക്കെ വിളമ്പി പൂജ കഴിക്കുകയാണ് കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആശാനാണ് കരകേട്ടനോ അഭിവൃദ്ധിയും ഐശ്വര്യം എല്ലാവർക്കും ജീവിച്ച് പൂജ കഴിയാത്ത മുന്നേ നിങ്ങൾ പറഞ്ഞാലോ? പൂജ കഴിക്കണ്ടേ? നടന്നു പറയേണ്ടത് താലി കെട്ടിക്കണ്ടല്ലേ പറയുള്ളൂ. അതിന് മുന്നേ പറയുള്ളൂ. എവിടെ എല്ലാവിധ ഐശ്വര്യങ്ങളും അങ്ങനെ പൂജകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇടയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തമാശകളും കളിയാക്കലുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെയാണ് ഇങ്ങനെയുള്ള യാത്രകളുടെ വൈബ് എന്ന് പറയുന്നത്. അപ്പോൾ മുകളിലുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ. നേരത്തെ ഇവിടെ വലിയൊരു പുളിമരമാണ്. അപ്പോൾ വെയിലൊന്നും നമുക്ക് കൊള്ളുകയില്ലായിരുന്നു. മല കയറി വന്ന ക്ഷീണമൊക്കെ മാറ്റാൻ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ മരം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തീ കത്തിപ്പോയി. ഇപ്പോൾ പുതിയ പുളിമരങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. അത് വലുതാവുന്നതേ ഉള്ളൂ. പൂജയൊക്കെ കഴിഞ്ഞു, എല്ലാവരും പ്രാർത്ഥിച്ചു. അപ്പോൾ ഇനി ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടി ഒരു ഫോട്ടോയും എടുത്തു. ഇതാണ് മുകളിൽ നിന്നുള്ള താഴത്തെ വ്യൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടിച്ച് പൊളിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനി ഞങ്ങളങ്ങനെ പൂജ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി. ഇനി എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കണം. ഇത്രയൊക്കെ പരിചയിച്ചിട്ട് ആടിൻ്റെ ഹൃദയം എനിക്ക് കിട്ടി. വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത് കളയാണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു ഞങ്ങൾ പാത്രങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റി എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ഒരു സൺഡേയോ ഏതെങ്കിലും ദിവസം അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ്. എല്ലാവരും വരും. ബായ്.